നമസ്തേ. നല്ല വായനകൾ നമ്മളെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നു സംഗീത രാജാങ്കണത്തിൽ എന്ന പുസ്തകം. വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഓർമ്മകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ആമുഖം. ദക്ഷിണാമൂർത്തിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സംഗീതപ്രേമികളുടെ മനസ്സിൽ എന്നും ജീവത്തായി നിൽക്കുന്ന നാമവും രൂപവുമാണത്. അദ്ദേഹം ഈണം നൽകിയ ഗാനങ്ങളുടെ മധുരവും സുഗന്ധവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തലമുറകൾ പ്രാണവായു പോലെ ആ ഗാനവീചികളെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ആസ്വാദ്യതയിൽ അഭിരമിക്കുകയും ചെയ്യുന്നു. തികഞ്ഞ ജ്ഞാനസ്ഥനായ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് സംഗീതവാസന ജന്മനാ ലഭിച്ച വരദാനമാണ്. സ്വപ്രയത്നത്താൽ അദ്ദേഹം അതിനെ വളർത്തി പരിപോഷിപ്പിക്കുകയായിരുന്നു. അചഞ്ചലമായ ഈശ്വരവിശ്വാസവും ആചാരനിഷ്ഠമായ ഭക്തിയും സദാചാരപൂർണമായ ജീവിതവും ധർമ്മനിഷ്ഠയും അദ്ദേഹത്തിലെ ഗാനസ്വരൂപത്തെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ നിറവിലും തളരാതെ ഇടറാതെ പതറാതെ പാടാൻ അദ്ദേഹത്തെ സമർത്ഥനാക്കുന്നത് ആ അകളങ്ക ഭക്തിയും അകൃത്രിമമായ വിനയവുമാണ്. 40 വർഷത്തോളം അദ്ദേഹം ചലച്ചിത്രരംഗത്ത് പ്രവർത്തിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചിലങ്കയും സിന്ദൂരവുമണിയിച്ചത് ദക്ഷിണാമൂർത്തിയാണ്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത ശില്പങ്ങൾ അനശ്വര സൃഷ്ടികളായി മാറുന്നു. ആ ഗാനനിർഝരി പ്രപഞ്ച സൗന്ദര്യത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അവാച്യമായ നാദബ്രഹ്മാനുഭൂതി പകർന്നുകൊണ്ട് പ്രവഹിക്കുന്നു. അതിലൂടെ ആസ്വാദക മനസ്സുകളിലേക്ക് ആനന്ദത്തിൻ്റെ അമൃതവർഷം പെയ്തിറങ്ങുന്നു. നല്ലൊരു കവിയും പ്രഗത്ഭനായ സംഗീതാധ്യാപകനും ഉചിതജ്ഞനായ സംഗീത സംവിധായകനും ഈശ്വരനിൽ സമർപ്പിത ചേതസ്സായ ഭക്തനുമാണ് ദക്ഷിണാമൂർത്തി സ്വാമി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സംഗീത സംവിധായകനായ കെ രാഘവൻ മാസ്റ്ററുടെ അനുഭവക്കുറിപ്പുകൾ മധുരജീവിതം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന സമയം മഹാകവി അക്കിത്തത്തിൻ്റെ ഒരു കത്ത് കിട്ടി. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അനുഭവങ്ങളും ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. അതൊരു നിയോഗമായിരുന്നു. കൽപ്പാത്തിയിലുള്ള റിവർവ്യൂ അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് സ്വാമിയെ കണ്ട് സംസാരിച്ചു. മെനക്കെട്ടിരുന്ന് എഴുതാൻ പ്രയാസമാണെന്നും സഹകരിക്കാൻ സന്തോഷമേയുള്ളൂ എന്നുമായിരുന്നു സ്വാമിയുടെ വിനീതമായ പ്രതികരണം. പത്രമാസികകളിൽ തന്നെക്കുറിച്ചു വന്ന എല്ലാ വാർത്തകളും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതും ചില കുറിപ്പുകളും അദ്ദേഹം തന്നു. സ്വാമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവ ഉപകരിച്ചു. പിന്നീട് ആ സംഗീത തപോധനൻ്റെ വാസസ്ഥലത്തേക്കുള്ള ഓരോ യാത്രയും ഒരു തീർത്ഥയാത്രയായാണ് അനുഭവപ്പെട്ടത്. 6-ാമത്തെ വയസ്സിൽ തുടങ്ങിയ സംഗീതോപാസന 85-ാം വയസ്സിലും അദ്ദേഹം അഭംഗുരം തുടരുന്നു. പണമോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെയുള്ള സംഗീത തപസ് അദ്ദേഹത്തിൻ്റെ സാമീപ്യം തന്നെ വാക്കുകളിൽ പകർത്താനാവാത്ത ഒരനുഭൂതിയാണ്. പുരസ്കാരങ്ങൾ നിറഞ്ഞ ഷോക്കേസുകൾ നിരന്നു നിൽക്കുന്ന സ്വീകരണമുറി. അവിടെ ചാരുകസേരയിലിരുന്ന് അദ്ദേഹം വാതോരാതെ സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് സിനിമാ ഗാനങ്ങളുടെ ഈരടികൾ മൂളി. സ്വയം രചിച്ച കീർത്തനങ്ങൾ പാടി. എന്തൊരാവേശവും ഉത്സാഹവുമായിരുന്നെന്നോ. ഒളിമങ്ങാത്ത ഓർമ്മകൾ. ഓരോ സംഭവവും കാലക്രമത്തിൽ തന്നെ ഓർക്കുന്നു. സംശയത്തിൻ്റെ നാൽക്കവലകളിൽ നേരിനെ ചികയുമ്പോൾ അച്ഛനെ സഹായിക്കാൻ മക്കളായ വിജയയും ഗോമതിയുമെത്തും. അവർക്ക് അച്ഛൻ സംഗീതം ചെയ്ത ഓരോ സിനിമയും പാട്ടിൻ്റെ വരികളും താളവും രാഗവുമെല്ലാം കാണാപ്പാഠമാണ്.
ഓർമ്മകളെ പൊടി തട്ടിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണി അമ്മാളും ഇടയ്ക്കെല്ലാം സഹായിച്ചു കൊണ്ടിരുന്നു. അവയെല്ലാം അക്ഷരങ്ങളിലേക്ക് ആവാഹിക്കുവാൻ ഈ പുസ്തകത്തിൽ കഴിഞ്ഞിട്ടില്ല. സംഗീതവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കുമാണ് ഇതിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. സമുദ്രം പോലെ ആഴവും പരപ്പുമുള്ളതാണ് ആ വ്യക്തിത്വം. എളിമയും വിനയവും സ്നേഹവും ഭക്തിയും പാണ്ഡിത്യവുമെല്ലാം അവിടെ ഏകത്ര സമ്മേളിക്കുന്നു. എഴുതി തയ്യാറാക്കിയ ഓരോ അധ്യായവും അദ്ദേഹം സശ്രദ്ധം വായിച്ചു കേട്ടു. തിരുത്തലുകൾ നിർദ്ദേശിച്ചു. സത്യസന്ധമല്ലാത്ത ഒന്നും തന്നെ എഴുതരുതെന്നും അതിശയോക്തി ഒട്ടും തന്നെ പാടില്ലെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർദ്ദേശം ഇതിൽ പാലിച്ചിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ ഓർമ്മകൾ ഖണ്ഡശഃ പ്രസിദ്ധീകരിച്ചപ്പോൾ വായനക്കാർ അതിനെ ആഹ്ലാദപൂർവ്വമാണ് സ്വീകരിച്ചത്. അവരുടെ സമ്മർദ്ദമാണ് ഈ പരമ്പര പുസ്തകരൂപത്തിൽ സമാഹരിക്കാൻ പ്രേരിപ്പിച്ചത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മകളുടെ 2ാം പതിപ്പിനും വായനക്കാരുടെ പിന്തുണയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടി. ബാലകൃഷ്ണൻ, ഡെപ്യൂട്ടി എഡിറ്റർ, മാതൃഭൂമി. ഈ പുസ്തകം മാതൃഭൂമി ബുക്സ് 2004 ആദ്യം പ്രസിദ്ധീകരിച്ചു. 2ാമത്തെ പ്രസിദ്ധീകരണം 2006 20 കുഞ്ഞധ്യായങ്ങളായാണ് ഈയൊരു പുസ്തകം. ഈയൊരു പുസ്തകത്തിൻ്റെ ഘടന 20 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ്. അതിലാദ്യത്തെ ഭാഗം അല്ലെങ്കിൽ അധ്യായം എന്ന് പറയാം ഗുരുസന്നിധിയിൽ എന്നതാണ്. ഗുരുസന്നിധിയിൽ. വൈക്കത്തപ്പാ ശരണം. ആ നാമം ഉച്ചരിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ. പ്രാണവായുവാണത്. എൻ്റെ നാഡീസ്പന്ദനമാണത്. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സപ്താക്ഷരി. ഇപ്പോൾ വയസ്സ് 84. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മിഴികളിൽ വൈക്കത്തപ്പൻ്റെ തേജോമയ രൂപം ഇപ്പോഴും മങ്ങലേൽക്കാതെ തെളിയുന്നു. പിന്നിട്ട പാതയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മധുരിക്കുന്ന 1000 ഓർമ്മകൾ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്നു. എത്രയെത്ര മുഗ്ധമായ അനുഭവങ്ങൾ! വൈക്കത്തപ്പൻ എപ്പോഴും എൻ്റെ മുന്നിലും പിന്നിലുമുണ്ട്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്നെ ഭഗവാൻ ലാളിച്ചും കൈപിടിച്ചും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. പ്രശസ്തി വാരിക്കോരി തന്നു. അനുഗ്രഹം വർഷിച്ചു. എന്നെ സംഗീതമാക്കി മാറ്റി. എല്ലാം വൈക്കത്തപ്പൻ്റെ ലീലകൾ. ആ ഇച്ഛയ്ക്കു മുന്നിൽ ഞാൻ കേവലമൊരു ഉപകരണം മാത്രം. ഒരു പാഴ്മുളം തണ്ട്. അതിൽ വൈക്കത്തപ്പൻ ഗാനാമൃതം അഭംഗുരം നിറയ്ക്കുകയാണ്. വൈക്കത്തപ്പാ ശരണം. അമ്മയുടെ ചുണ്ടിൽ നിന്ന് ഈണത്തിൽ ഒഴുകുന്ന താരാട്ടുപാട്ടു കേട്ടാണ് എൻ്റെ ഹൃദയകമലം സംഗീതത്തിന് വേണ്ടി വിടർന്നത്. അമ്മ നല്ല പോലെ പാടുമായിരുന്നു. അമ്മയുടെ അച്ഛനും സംഗീതമുണ്ടായിരുന്നു. ഭാഗവതരായിരുന്ന അദ്ദേഹത്തിൻ്റെ ആലാപനവും എന്നിൽ സംഗീതാഭിരുചി വളർത്താൻ സഹായിച്ചിട്ടുണ്ടാവണം. എൻ്റെ സഹോദരങ്ങളെ ഉറക്കുവാൻ അമ്മ താരാട്ടുപാടുമായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്ന എൻ്റെ മനസ്സിലും ആ ഈണങ്ങൾ കുളിരുകോരിയിട്ടു. അമ്മയ്ക്കൊപ്പം ഞാനും പാടാൻ തുടങ്ങി. എൻ്റെ വാസന കണ്ടറിഞ്ഞ അമ്മ പാട്ടുപാടിത്തന്ന് പ്രോത്സാഹിപ്പിച്ചു. സ്നേഹമയിയായ അമ്മ മുലപ്പാലിനോടൊപ്പം സംഗീതത്തിൻ്റെ മധുരവും പകർന്നു തരികയായിരുന്നു. അയൽ വീട്ടിൽ ഭാഗവതർ വന്ന കുട്ടികളെ പാട്ടു പഠിപ്പിച്ചിരുന്നു. അവിടെ പാടുന്നത് ഇവിടെ കേൾക്കും. അതു കേട്ടാണ് അമ്മ പാട്ടു പഠിച്ചത്. ഒരു തവണ കേട്ടാൽ മതി, അമ്മയ്ക്കത് ഹൃദിസ്ഥമാകും. അമ്മയുടെ സഹോദരന്മാരായ എൻ്റെ 5 അമ്മാവന്മാരും സംഗീതത്തിൽ താൽപ്പര്യമുള്ളവരായിരുന്നു. കുട്ടിയായ എന്നെ എടുത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴുമെല്ലാം അവർ പാട്ടുപാടാറുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പാടിക്കുകയും ചെയ്യും. അതും എൻ്റെ സംഗീതവാസനയെ വളർത്തി. എല്ലാം അമ്മാവന്മാർ പറഞ്ഞു കേട്ട അറിവാണ്. സംഗീതമയമായ ഒരു കുടുംബത്തിൽ അങ്ങനെ ഞാൻ പാടിയും പാട്ടുകേട്ടും വളർന്നു. ആലപ്പുഴ ജില്ലയിലെ മുല്ലയ്ക്കൽ തെക്കേ മഠത്തിലാണ് ഞാൻ ജനിച്ചത്. 1919 ഡിസംബർ 9. അച്ഛൻ ഡി വെങ്കിടേശ്വരയ്യർ,
അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ പാർവതിയമ്മാൾ ഭക്തയും സാത്വികയുമായ ഒരു പാവം വീട്ടമ്മ. സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയുമായിരുന്നുള്ളൂ. മക്കളിൽ മൂത്തവൻ ഞാൻ. എനിക്ക് താഴെ 2 സഹോദരന്മാരും 4 സഹോദരിമാരും. സപ്തസ്വരങ്ങൾ പോലെ 7 പേർ. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അമ്മ എന്നെ പാട്ടു പഠിപ്പിക്കും. ആ വാത്സല്യം എത്രയായിരുന്നു എന്ന് വിവരിക്കാൻ വാക്കുകളില്ല. 6 വയസ്സായപ്പോഴേക്കും ഞാൻ അമ്മയിൽ നിന്ന് 27 കീർത്തനങ്ങൾ പഠിച്ചു. പ്രഥമ ഗുരു അമ്മ തന്നെ. തസ്യൈ ജനന്യൈ നമഃ. പറയത്തക്ക സ്കൂൾ വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. അക്കാലത്ത് അതത്ര കാര്യമായി എടുക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. 4th ഫോം വരെ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം സ്കൂളിലും 6th ഫോം വരെ തിരുവനന്തപുരം SMV സ്കൂളിലുമായി പഠിച്ചു. ഒരു വിധത്തിൽ സ്കൂൾ ഫൈനൽ ക്ലാസ് വരെ എത്തി. ആ കടമ്പ കടക്കാൻ പറ്റിയില്ല. അച്ഛന് തിരുവനന്തപുരത്തായിരുന്നു ജോലി. അതുകൊണ്ടാണ് അവിടെ പഠിച്ചത്. സ്കൂൾ ഫൈനൽ തോറ്റതോടെ പഠിപ്പു നിർത്തി. ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും കണക്കിലുമൊന്നും അന്നും ഇന്നും എനിക്ക് താൽപ്പര്യമില്ല. നെപ്പോളിയൻ ജനിച്ച വർഷവും ക്ലിയോപാട്ര കല്യാണം കഴിച്ച തീയതിയുമെല്ലാം ഓർത്തിട്ട് നമുക്കെന്ത് പ്രയോജനം? എന്നെ ചരിത്രം പഠിപ്പിച്ചിരുന്നത് നല്ല സംഗീതജ്ഞാനമുള്ള ഒരു അയ്യർ സാറായിരുന്നു. പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിനു പോലും ഉത്തരമറിയാത്തതിനാൽ ഞാൻ പരീക്ഷാക്കടലാസിൽ 1-2 വർണ്ണങ്ങൾ ഭംഗിയായി വിസ്തരിച്ചെഴുതി വെച്ച് സ്ഥലം വിട്ടു. പരീക്ഷാഫലം വന്നു. ഞാൻ തോറ്റിരിക്കുന്നു. എന്നാൽ പിന്നെ വർണ്ണങ്ങൾ പാടി ജീവിക്കാമെന്നു വെച്ചു. 4th ഫോമിൽ ആയിരുന്നപ്പോഴാണ് ശാസ്ത്രീയ സംഗീത പഠനം ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീ വെങ്കിടാചലം പോറ്റിയാണ് ഗുരു. എന്നും ക്ലാസ്സുണ്ടാവും. ഉപേക്ഷ വരുത്തില്ല. വരുത്താൻ ഗുരു സമ്മതിക്കുകയുമില്ല. നിത്യവും സാധകം ചെയ്യണം. നല്ല ക്ലേശമുണ്ട്. നല്ല പോലെ പാടിയാൽ എപ്പോഴെങ്കിലും ഗുരുനാഥൻ ഭേഷ് എന്നാൻ അഭിനന്ദിക്കും. അതുമതി, ധാരാളം. വലിയൊരു പ്രോത്സാഹനമാണത്. പിന്നെ തുടർന്ന് പഠിക്കാനും പാടാനും എന്തൊരുത്സാഹമാണെന്നോ. ഗുരുനാഥൻ്റെ സ്നേഹപൂർണമായ ഉപദേശം ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. നീ കിണറ്റിലെ വെള്ളമാണ്, മുഴുവൻ ഊറ്റിക്കൊടുക്കണം. നെല്ലിപ്പലക വരെ വാർത്തു കൊടുക്കുക. നിനക്ക് പുതിയ ഉറവ കിട്ടിക്കൊണ്ടിരിക്കും. എത്ര ശരിയാണത്. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഒരു ശിഷ്യനെ ഒരു ഗുരുനാഥനും ഇത്രയേറെ അനുഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എന്നെ അദ്ദേഹവും പത്നിയും മകനെ പോലെയാണ് കരുതിയിരുന്നത്. ഡേ രാജാ എന്നാണ് അവരെന്നെ വിളിക്കുക. ആ വലിയ നാദോപാസകൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും നിദാനം ആ ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. അദ്ദേഹം മരിച്ചിട്ട് 10-40 വർഷമായി കാണും. അദ്ദേഹത്തിൻ്റെ പടം ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച ശേഷമേ കച്ചേരി തുടങ്ങാറുള്ളൂ. ഗുരുനാഥന് 4 മക്കളാണ്. 3 ആണും 1 പെണ്ണും. മൂത്ത മകൻ ത്യാഗരാജൻ പോറ്റി തിരുവനന്തപുരത്തുണ്ട്. മറ്റു 2 മക്കളായ ബാലകൃഷ്ണൻ പോറ്റിയും പുരുഷോത്തമൻ പോറ്റിയും പുതിയ കൽപ്പാത്തിയിൽ കഴിയുന്നു. അമ്മയും അവരോടൊപ്പമുണ്ട്. ബാലകൃഷ്ണൻ പോറ്റിയും വീണാവിദ്വാൻ, പുരുഷോത്തമൻ പോറ്റിയും ഫിഡിൽ. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ അധ്യാപകരായി റിട്ടയർ ചെയ്തവരാണ്. അവരുടെ അച്ഛൻ്റെ ശിഷ്യനായ എന്നെ അവരെല്ലാം ഗുരുവിനെ പോലെയാണ് കരുതുന്നത്. 13-ാം വയസ്സിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ കച്ചേരിയുടെ അരങ്ങേറ്റം. MK ത്യാഗരാജ ഭാഗവതരും SD സുബ്ബലക്ഷ്മിയും സദസ്സിലുണ്ടായിരുന്നു. വെങ്കപ്പൻ പിള്ള അണ്ണാച്ചിയാണ് കച്ചേരി സംഘടിപ്പിച്ചത്. നിറയെ ആളുകളുള്ള സദസ്സ്. മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ നെഞ്ച് പടപട എന്നിടിച്ചു. കാലുകൾ വിറയ്ക്കുന്നു. തൊണ്ട വരളുന്നതുപോലെ. തല ചുറ്റുന്നുവോ? അമ്പലപ്പുഴ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചു. ധൈര്യം അവലംബിച്ച് മണ്ഡപത്തിൽ കയറി. ഗുരു വെങ്കിടാചലം പോറ്റി ഗിഞ്ചറയുമായി അവിടെ ഇരിപ്പുണ്ട്. അത് എന്നിൽ ധൈര്യത്തെപ്പോലെ അധൈര്യവുമുണ്ടാക്കി. അദ്ദേഹം അടുത്തുണ്ടാകുന്നത് ധൈര്യവും ആശ്വാസവുമാണ്. പക്ഷേ തെറ്റുപറ്റിയാൽ കയ്യോടെ പിടികൂടും എന്ന ചിന്ത ഉൾക്കിടിലമുണ്ടാക്കി. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. ജനം കാതോർത്തിരിപ്പാണ്.
സകല ദൈവങ്ങളെയും വിളിച്ച് മനംനൊന്തു പ്രാർത്ഥിച്ചു. കണ്ണടച്ചിരുന്ന് പാടിത്തുടങ്ങി. കച്ചേരി കഴിഞ്ഞപ്പോൾ എല്ലാവരും അഭിനന്ദിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഗുരുവിൻ്റെ മുഖത്തും സന്തോഷത്തിൻ്റെ നിലാവു പരന്നിരിക്കുന്നു. ആശ്വാസമായി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. നിർവൃതിയുടെ നിമിഷങ്ങൾ. അമ്പലപ്പുഴ കൃഷ്ണനെ മനസ്സാ നമസ്കരിച്ചു. ഭഗവാന് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കണം എൻ്റെ സംഗീത ജീവിതത്തിൽ അപസ്വരങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത്. ഗാനലോലുപനായ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിലേ സംഗീതോപാസകനാവാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമൂർത്തിയായ വൈക്കത്തപ്പനിൽ ഞാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെയും കാണുന്നു. സംഗീതമെന്നാൽ ഈശ്വരനാണ്, ഈശ്വരൻ സംഗീതമയവും. സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് താമസം അമ്പലപ്പുഴയിലേക്ക് മാറ്റേണ്ടി വന്നു. അച്ഛന് അവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയതായിരുന്നു കാരണം. അക്കാലത്ത് അവിടെ ടൂറിംഗ് ടാക്കീസുകൾ ഉണ്ടായിരുന്നു. സിനിമ ആളുകൾക്ക് ഒരു അത്ഭുതവും ആകർഷകവുമായിരുന്നു അന്ന്. ഇടയ്ക്കെല്ലാം സിനിമ കാണുമെന്നല്ലാതെ പിൽക്കാലത്തെ ചലച്ചിത്രരംഗം എൻ്റെ പ്രവർത്തന മേഖലയാവുമെന്ന് കരുതിയിരുന്നില്ല. എല്ലാം വൈക്കത്തപ്പൻ്റെ നിശ്ചയം. അമ്പലപ്പുഴയിൽ നിന്ന് ശനിയാഴ്ചകളിൽ ഞാൻ ആലപ്പുഴയിൽ പോയി സമൂഹമഠത്തിൽ പാടിയിരുന്നു. 3 വർഷത്തോളം അത് തുടർന്നു. അക്കാലത്ത് അമ്പലപ്പുഴയിലെ പ്രശസ്തരായ നാദസ്വര വിദ്വാൻമാരായിരുന്നു ശ്രീ ശങ്കരനാരായണ പണിക്കരും അനിയൻ ഗോപാലകൃഷ്ണ പണിക്കരും. അവർ പോകുന്ന കച്ചേരിക്കെല്ലാം എന്നെയും കൊണ്ടുപോകും. എല്ലാ ദിവസവും വൈകുന്നേരം അവർ എന്നെക്കൊണ്ട് രാഗം പാടിപ്പിച്ചിരുന്നു. പണിക്കരേട്ടൻ എന്നാണ് ഞാനവരെ വിളിച്ചിരുന്നത്. അവർ പറയും, അമ്പി തോടി പാട്, അമ്പി കല്യാണി പാട് എന്നൊക്കെ. അപ്പോൾ ആ രാഗങ്ങളിൽ ഞാൻ പാടും. കച്ചേരിക്ക് അന്നത്തെ മേളത്തിൻ്റെ പ്രധാന രാഗം വൈകുന്നേരം എന്നെക്കൊണ്ട് പാടിച്ച രാഗമായിരിക്കും. അവരുടെ വായനയുടെ സത്ത ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നും അത് എന്നിലുണ്ട്. ഒരു ദിവസം ഉച്ചനേരം ഞാൻ എൻ്റെ ചങ്ങാതിയായ രംഗൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛനായ ബഹൻ കിട്ടണ്ണ ഊണു കഴിച്ച് ഒരേമ്പക്കവും പാസാക്കി നിർവൃതിയോടെ വിളിച്ചു, വൈക്കത്തപ്പ അന്നദാനപ്രഭോ. എനിക്ക് അതൊരു പുതുമയായിരുന്നു. ഞാൻ ചോദിച്ചു, വൈക്കത്തപ്പ അന്നദാനപ്രഭോ എന്നാൽ എന്താണ്? ബഹൻ കിട്ടണ്ണ പറഞ്ഞു, അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കാത്തതെന്തുണ്ട്? അന്ന് ഞാൻ വൈക്കമോ വൈക്കത്തപ്പൻ്റെ ക്ഷേത്രമോ കണ്ടിരുന്നില്ല. രസികനും പാട്ടുകാരനുമായ രംഗനും വൈക്കത്തപ്പൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് പറഞ്ഞു. എങ്കിലൊന്ന് പരീക്ഷിക്കുക തന്നെ എന്ന് എനിക്ക് തോന്നി. അന്നു മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വൈക്കത്തപ്പ അന്നദാനപ്രഭോ. 11ാമത്തെ രാത്രി 12 മണിയോടടുത്ത് ആരോ കതകിൽ മുട്ടി വിളിച്ചു. ഇടവപ്പാതി മഴ തിരിമുറിയാതെ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. ആരാണ് ഈ അർദ്ധരാത്രി കതകിൽ മുട്ടുന്നത്? വാതിൽ തുറന്നപ്പോൾ മുന്നിലതാ വൈക്കം ഗിഞ്ചറ കൃഷ്ണയ്യർ. അദ്ദേഹം പറഞ്ഞു, ഹേ ദക്ഷിണാമൂർത്തി, ഉടനെ പുറപ്പെടണം. എങ്ങോട്ട്? അമ്പരപ്പോടെ ഞാൻ ചോദിച്ചു. വൈക്കത്തേക്ക്, അവിടെ ഒരു കച്ചേരിയുണ്ട്. സന്തോഷമായി. വൈക്കത്തപ്പൻ പ്രസാദിച്ചിരിക്കുന്നു. വിളി കേട്ടിരിക്കുന്നു. അമ്മയോട് സമ്മതം വാങ്ങി അപ്പോൾ തന്നെ പുറപ്പെട്ടു. ഷർട്ടും മുണ്ടും ധരിച്ചു, കുടയെടുത്തു, കരിമാടി വരെ നടന്നു. പിന്നെ ബോട്ട് കയറി രാവിലെ 8:30 വൈക്കത്തെത്തി. അവിടെ കൈതാരം അമ്പിയണ്ണൻ്റെ വീട്ടിലായിരുന്നു കച്ചേരി. മകളുടെ കല്യാണമാണ്. അക്കാലത്ത് കല്യാണത്തിന് കച്ചേരി പതിവായിരുന്നു. കച്ചേരി കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങാതിയുടെ ബന്ധത്തിൽ ഒരു ട്യൂഷനും കിട്ടി. ഭക്ഷണവും കാപ്പിയും പോക്കുവരവ് ചെലവുകളും പിന്നെ 35 രൂപ ശമ്പളവും. തരക്കേടില്ലെന്നു തോന്നി. അന്നു തുടങ്ങിയ സംഗീതം പഠിപ്പിക്കൽ വർഷങ്ങളോളം തുടർന്നു. ജീവിക്കാൻ ഒരു വരുമാനമാർഗം വേണമല്ലോ. ഇതായിരിക്കാം എൻ്റെ വഴി. വൈക്കത്ത് പല ഉദ്യോഗസ്ഥരുടെ വീട്ടിലും ട്യൂഷൻ ഉണ്ടായിരുന്നു. മജിസ്ട്രേറ്റ്, മുൻസിഫ്, ഇൻസ്പെക്ടർ, കമ്മീഷണർ, ആപ്പീസർമാർ തുടങ്ങിയവരുടെ മക്കൾക്ക്. ട്യൂഷൻ കഴിഞ്ഞാൽ നേരെ കോന്തയുടെ കടയിലേക്ക്. അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് കട. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതിനാൽ കടയിലിരുന്ന് സമയം കളയും. വൈക്കത്ത് അന്നത്തെ എൻ്റെ അടുപ്പക്കാരിൽ പ്രധാനി ശ്രീ ശങ്കര വാര്യറായിരുന്നു. സ്നേഹസമ്പന്നൻ, നല്ലൊരു
മൃദംഗം വായനക്കാരനുമായിരുന്നു വാര്യർ. ഒരു ദിവസം ഞാൻ കോന്തയുടെ കടയിൽ ഇരിക്കുകയായിരുന്നു. അതിലെ വന്ന വാര്യരാശാൻ എന്നെ കൈമാടി വിളിച്ചു. പതിവ് പോലെ കാശ് ചോദിക്കാനായിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ അദ്ദേഹം എന്നെയും കൂട്ടി പതുക്കെ നടന്നു. ഉപദേശരൂപേണ പറഞ്ഞു, ഈ കടയിലിരുന്ന് സമയം കളയുന്നത് എന്തിന്? ആ സമയം വൈക്കത്തപ്പനെ ഭജിക്കരുതോ? ആശാൻ്റെ ശബ്ദത്തിൽ ആത്മാർത്ഥതയും സ്നേഹവും മുറ്റി നിന്നിരുന്നു. ചെമ്പൈ വൈദ്യനാഥയ്യരും വെച്ചൂർ കൃഷ്ണണ്ണാവുമെല്ലാം ഇവിടെ വന്ന് 41 ദിവസം ഭജിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. അതുപോലെ സ്വാമിക്കും ചെയ്യരുതോ? വാര്യരുടെ വാക്കുകൾ ഒരാജ്ഞ പോലെ മനസ്സിൽ മുഴങ്ങി. ഭജിക്കുന്നവരെ വൈക്കത്തപ്പൻ ഒരിക്കലും കൈവെടിയില്ല, എന്തും തരും. വാര്യരാശാൻ്റെ ശബ്ദമിടറുന്നതും കണ്ണു നിറയുന്നതും ഞാൻ കണ്ടു. ചില തീരുമാനങ്ങൾ മനസ്സിൽ വന്നു നിറയുകയായിരുന്നു. അനിയന്ത്രിതമായ ഒരു ഉത്സാഹം കൈവന്ന പോലെ. അന്നു തുടങ്ങിയ നിർമാല്യ ദർശനവും ഭജനവും മുടക്കം കൂടാതെ 3.5 കൊല്ലം തുടർന്നു. ഫലമുണ്ടായി. മനസ്സിൽ സംഗീതം ഉണരുകയും നിറയുകയും ചെയ്തു. ആ കൃപാകടാക്ഷമാണ് ഇന്നും എനിക്ക് കൂട്ട്. രാത്രി 9 മുതൽ പുലർച്ചെ നിർമാല്യത്തിനുള്ള ശംഖനാദം മുഴങ്ങുന്നതുവരെ വൈക്കത്തപ്പൻ്റെ നടയിലെ സമൂഹമാളികയിൽ ഇരുന്ന് പാടുമായിരുന്നു. പാടിപ്പാടി പദം വന്നതാണ് എൻ്റെ ശബ്ദം. അതൊരു ദിനചര്യ പോലെയായിരുന്നു. രാവിലെ ക്ഷേത്രത്തിലെത്തും. അവിടെ നിന്ന് മടങ്ങിയാൽ കുട്ടികൾക്ക് ട്യൂഷൻ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് അല്പം മയക്കം. വൈകുന്നേരം വീണ്ടും ക്ഷേത്രത്തിലേക്ക്. ദീപാരാധന കഴിഞ്ഞാൽ മേടയിലേക്ക്. അവിടെ തനിച്ചിരുന്ന് പുലരും വരെ പാട്ട്. 18 മണിക്കൂർ തുടർച്ചയായി പാടിയിട്ടുണ്ട്. അതൊരു ലഹരിയാണ്. വൈക്കത്തപ്പൻ കൂടെയുണ്ടെന്ന തോന്നൽ. എന്നെ ഞാനാക്കിയത് ഈ വിശ്വാസവും ഉത്സാഹവുമാണ്. വൈക്കത്ത് താമസിച്ച് മഹാദേവൻ്റെ ഭക്തനായി ഭജനയിലും പ്രാർത്ഥനയിലും മുഴുകിക്കഴിഞ്ഞിരുന്ന കാലത്താണ് സംഗീതദേവത എന്നെ ഏറെ കടാക്ഷിച്ചത്. യൗവനത്തിൻ്റെ മാദകത്വം നിറഞ്ഞു തുളുമ്പുന്ന പ്രായത്തിൽ ശാസ്ത്രീയ സംഗീത സാഗരത്തിൽ ഞാൻ നീന്തിത്തുടിച്ചു. അക്കാലത്ത് നാടകവേദിയിൽ നായകനായി വാണിരുന്ന ശ്രീ വൈക്കം മണിയെപ്പോലുള്ള സുഹൃത്തുക്കൾ സംഗീതം സാധകം ചെയ്യാനുള്ള കൊടും തപസ്യയിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലിപ്പോഴും പച്ചപിടിച്ചു കിടക്കുന്നു. ഏതാണ്ട് ഇക്കാലത്താണ് ഞാനൊരു തമ്പുരു സ്വന്തമാക്കിയത്.